ഹലോ നാത്തൂൻസ് സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ നാത്തൂൻസ് സ്പെഷ്യൽ ഒരു പഴം നുറുക്കാണ്. വീട്ടിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് എന്നോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഡിഷാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനുണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാനിപ്പോൾ ഇവിടെ 2 ഏത്തപ്പഴത്തിനുള്ള അളവുകളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാനിലാണോ നമ്മുടെ പഴം നുറുക്ക് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇതുപോലെ ഏത്തപ്പഴം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പഴുക്കാത്ത ഏത്തപ്പഴം എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് അത്ര നല്ല ഷേപ്പായിട്ട് കിട്ടില്ല. ഏത്തപ്പഴം ഒന്ന് കുക്കായി വരാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം മതിയാവും. നമ്മളിത് മൂടി വെച്ചിട്ട്, അത് മുങ്ങിക്കിടക്കണമെന്നൊന്നുമില്ല, മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കത് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് ശർക്കര ചീമ്പിയെടുക്കാം. ശർക്കരയുടെ അളവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്കിലും കുറച്ച് ശർക്കര ഉണ്ടെങ്കിലേ നമ്മുടെ പഴത്തിൽ അതൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ കിടക്കുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ പഴം ഇടയ്ക്കൊന്ന് നോക്കാം, അത് അടിയിലൊന്നും പിടിക്കാതെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ടോ എന്ന്. നമുക്ക് ഈ പഴത്തിൻ്റെ ഷേപ്പ് കളയാതെ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞൊന്നും പോകരുത്, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അതുപോലെ തന്നെ വെന്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്പൂൺ വെച്ച് അധികം ഇളക്കരുത്. ഇതുപോലെ ഇങ്ങനെ പാൻ എടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മുടെ പഴം വെന്ത് കഴിഞ്ഞു, അപ്പോൾ നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര ചീമ്പിയത് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര ഇട്ട് കഴിഞ്ഞ് നമുക്ക് മൂടി വെക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ശർക്കര പാനി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇനി അങ്ങോട്ട് ഇളക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ പാൻ എടുത്ത് ചുറ്റിച്ചാൽ മതിയാവും, സ്പൂൺ കൊണ്ട് ഇളക്കണ്ട. അപ്പോൾ നമ്മുടെ പഴമൊക്കെ അതുപോലെ തന്നെ കിടക്കും. സ്പൂൺ ഇട്ടാൽ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ വ്യത്യാസം വരും. ഇടയ്ക്ക് ഞാനിങ്ങനെ പഴം വളരെ സൂക്ഷിച്ച് സ്പൂൺ കൊണ്ട് മറ്റേ വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ സൈഡിലും ഒരുപോലെ ഇങ്ങനെ ശർക്കര പിടിച്ച് വരില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് പതഞ്ഞ് അതിൻ്റെ പഴത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പോഴും നല്ല വെള്ളം പോലെ തന്നെയാണ് കിടക്കുന്നത്. നമുക്കിത് നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു പരുവായി കിട്ടണം. അതുപോലെ തന്നെ നിങ്ങളിത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യും കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിവിടെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇതുപോലെ നന്നായി പതഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരുന്നതാണ് പാകം. അപ്പോൾ നമുക്കിത് ഇളക്കുമ്പോൾ കാണാൻ പറ്റും ഇത് നമ്മുടെ നല്ലവണ്ണം സ്റ്റിക്കിയാണ്. അപ്പോൾ നമുക്കിനി പരുവം ആയോ എന്ന് നോക്കാം. ഒരു സ്പൂണിൽ ആ മിക്സർ എടുത്തിട്ട് ചൂടാറ്റിയിട്ട് ഇതുപോലെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ നൂല് പോലെ വരണം. പക്ഷെ നൂല് ഇതുപോലെ വിട്ടു പോകണം, അതങ്ങനെ നൂലങ്ങനെ തന്നെ നിൽക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ പാകം. അപ്പം നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ചിരണ്ടിയ തേങ്ങ ഇട്ടൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. ഇത്രേ വേണ്ടുള്ളൂ. നല്ല എളുപ്പത്തിൽ ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ രുചികളുമായി നമുക്ക് പിന്നീട് കാണാം. ബൈ.